വാഗ്വാദിനി മന്ത്രം ജപിച്ചതായിട്ടുള്ള നെയ്യ് ഇതെല്ലാം പ്രസാദമായി സ്വീകരിച്ചതിന് ശേഷമേ അതുപോലെ പ്രസാദ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടേ പോകാവൂ. എല്ലാ കുട്ടികൾക്കും അമ്മമാരെ കിട്ടിയോ? അമ്മമാരുടെ അടുത്ത് പോയിട്ടുള്ള കുട്ടികൾക്ക് അത് വരും, അല്ലാത്തവർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ പാദം കഴുകുമ്പോൾ ചില കുട്ടികളുടെ മനസ്സിലെങ്കിലും ഉണ്ടാവും ഇതിന്റെ ആവശ്യം എന്താണ്, ഞാൻ ചെയ്യണോ, അല്ലെങ്കിൽ ഇത് ഒരു മോശമായ കാര്യമല്ല, ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ആരും അതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അമ്മ തന്നെയാണ് കാണപ്പെട്ട ദൈവം. അമ്മ കഴിഞ്ഞിരുന്നു മറ്റുള്ള ദൈവം. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോ അമ്മയാണ് ആദ്യം കണ്ടത്. അമ്മയാണ് നമുക്ക് എല്ലാ മാർഗദർശനങ്ങളും എല്ലാ ഉപദേശങ്ങളും നൽകി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയും അതുപോലെ ആയിരിക്കണം. ആ ഒരു പവിത്രത അമ്മയ്ക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും മാതൃകയായിരിക്കണം. നമ്മൾ പലതും പറയും, പക്ഷെ എന്താണ് പ്രവർത്തിക്കില്ല. അപ്പോൾ കുട്ടികൾ ആ പ്രവർത്തിക്കുന്നതാണ് കണ്ടുപഠിക്കുക. അപ്പോൾ അമ്മമാരും പ്രവർത്തിയിലൂടെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഉൾപ്പെടെ കേട്ടോ. പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സംവത്സരീ ഏകസ്വാഭിനഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യ ക്ഷമഃ ദാതും ദുഷ്കൃതിമുന്നതോ വിതനയ തസ്യൈ ജനന്യൈ നമഃ. അതിന്റെ മലയാള പരിഭാഷ തമ്പുരാൻ എഴുതിയിട്ട് അതുകൂടി ഒന്ന് വായിക്കാം. നിൽക്കട്ടെ. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒക്കെ കൊടുക്കാൻ